സംസ്ഥാനത്ത് നിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഉമേഷ്, ഇപ്പോൾ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തെ അവസ്ഥ എങ്ങനെയാണ്? പല ജില്ലകളിലും കാര്യമായി മഴ പെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എസ്റ്റിയൻ. തിരുവനന്തപുരത്ത് ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നു മുതൽ സംസ്ഥാനത്ത് വ്യാപകമായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്ന് 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്റർ വരെ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത. നാളെയും സമാനമായി സംസ്ഥാന വ്യാപകമായി മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലയൊഴികെ മറ്റെല്ലാ ജില്ലകളിലും നാളെ യെല്ലോ അലർട്ട് നിലനിർത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലടക്കം യാത്രകളടക്കം ശ്രദ്ധയോടെ വേണമെന്ന് ഇമ്പാക്ട് വൈസ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൽ ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ തീരദേശത്ത് ശക്തമായ കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ശക്തമായ തിരമാല അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷേ കർണാടക തീരത്തേക്ക് മത്സ്യബന്ധനത്തിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നിലവിൽ ഈ മഴ, ഒറ്റപ്പെട്ട ശക്തമായ മഴ അടുത്ത 4 ദിവസവും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.